പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 21, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ജേഡിസ് കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. IPL 2022 മുതൽ IPL 2023 വരെ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ രേഖപ്പെടുത്തിയ വളർച്ചയുടെ ശതമാനം എത്രയാണ്? 116%. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ BCCI ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആനുവൽ റിപ്പോർട്ട് പുറത്തിറക്കി. ഇതനുസരിച്ച് 116% വളർച്ചയാണ് ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യക്ക് വന്നിട്ടുള്ളത്. അതായത് IPL 2022 മുതൽ IPL 2023 വരെയുള്ള ആ ഒരു വർഷത്തെ മാറ്റമാണ് വന്നിട്ടുള്ളത്. അതായത് 116% വളർച്ച. ആനുവൽ റിപ്പോർട്ട് പ്രകാരം 5120.13 കോടി രൂപയാണ് മിച്ചം വന്നിട്ടുള്ളത് ഈ പ്രാവശ്യത്തെ ആനുവൽ റിപ്പോർട്ടിൽ. കഴിഞ്ഞ വർഷം ആണെങ്കിൽ അത് 2367 കോടി രൂപയുടെ മിച്ചമാണ് വന്നിട്ടുള്ളത്. ഈ റിപ്പോർട്ട് പ്രകാരം BCCIയുടെ ആകെ വരുമാനമാണ് 11,769 കോടി രൂപ, ചിലവ് 6,648 കോടി. അങ്ങനെ വരുമ്പോൾ 5120.13 കോടി രൂപയാണ് 2023 IPL മത്സരത്തിന് ശേഷം BCCI, അതായത് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യയുടെ സർപ്ലസ് ആയിട്ട് വന്നിട്ടുള്ള, മിച്ചമായിട്ട് വന്നിട്ടുള്ള തുക. 117-ാം വയസ്സിൽ സ്പെയിനിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയുടെ പേര് മരിയ ബ്രാൻസ്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു മരിയ ബ്രാൻസ്. 117 വയസ്സ് കഴിഞ്ഞ് ഇവർ കഴിഞ്ഞ തിങ്കളാഴ്ച അന്തരിച്ചു. 1907 മാർച്ച് 4 മരിയ ബ്രാൻസ് സാൻ ഫ്രാൻസിസ്കോയിൽ ആണ് ജനിച്ചത്. ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നതിനാൽ 1915 മുഴുവൻ കുടുംബവും തങ്ങളുടെ ജന്മനാടായിട്ടുള്ള സ്പെയിനിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. 117 വയസ്സുള്ള മരിയ ബ്രാൻസ് ആയിരുന്നില്ല ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. 1997 122 വയസ്സും 164 ദിവസമായപ്പോൾ അന്തരിച്ച ഫ്രഞ്ച് വനിത ജീൻ ലൂയിസ് കാൽമെറ്റ് ആയിരുന്നു ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന രീതിയിൽ ജീവിച്ചിരുന്ന വ്യക്തി. 122 വയസ്സും 164 ദിവസവും. എന്നാൽ മരിയ ബ്രാൻസ് ആണെങ്കിൽ 117 വയസ്സ്. നാഷണൽ ജിയോ സയൻസ് അവാർഡുകൾ ഏർപ്പെടുത്തിയ മന്ത്രാലയം ഏത്? ഖനി മന്ത്രാലയം. ജിയോ സയൻസ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ മനസ്സിൽ വരുന്നത് അതായത് എർത്ത് സയൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ആയിരിക്കാമെന്ന്. എന്നാൽ നാഷണൽ ജിയോ സയൻസ് അവാർഡ് ഇത് നൽകുന്നത് മിനിസ്ട്രി ഓഫ് മൈൻസ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ 2024 ഓഗസ്റ്റ് 20 2023 നാഷണൽ ജിയോ സയൻസ് അവാർഡ് പ്രസിഡന്റ് ദ്രൗപദി മുർമു സമ്മാനിച്ചു. ഇത് നടന്നിട്ടുള്ളത് രാഷ്ട്രപതി ഭവനിലെ കൾച്ചർ സെന്ററിൽ വെച്ചാണ്. നാഷണൽ ജിയോ സയൻസ് അവാർഡ് നൽകുന്ന മിനിസ്ട്രി ആണ് മിനിസ്ട്രി ഓഫ് മൈൻസ്. 1966 നാഷണൽ മിനറൽ അവാർഡ് സ്കീം ആരംഭിച്ചത്. 1966 ഇത് മിനിസ്ട്രി ഓഫ് മൈൻസ് ആണ് ആരംഭിച്ചത്. എന്നാൽ 2009 ഈ അവാർഡ് നാഷണൽ ജിയോ സയൻസ് അവാർഡ് ആയിട്ട് പ്രഖ്യാപിച്ചു. 2009 മുതൽ പിന്നീട് നാഷണൽ ജിയോ സയൻസ് അവാർഡ് എന്ന രീതിയിലാണ് നൽകി വരുന്നത്. ഇതെല്ലാ വർഷവും നൽകുന്ന ഒരു അവാർഡാണ്. നെറ്റ് സീറോ കാർബൺ എമിഷൻ എയർപോർട്ട് പദവി നേടിയ ആദ്യ ഇന്ത്യൻ വിമാനത്താവളം ഏതാണ്? ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം IGIA. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് നെറ്റ് സീറോ കാർബൺ എമിഷൻ എയർപോർട്ട് എന്ന സ്റ്റാറ്റസ് ലഭിച്ചു. ഈ ഒരു സ്റ്റാറ്റസ് നൽകുന്നത് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ ACIയും എയർപോർട്ട് കാർബൺ അക്രഡിറ്റേഷൻ പ്രോഗ്രാം എന്നീ രണ്ട് സംഘടനകൾ നൽകുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ്. ഇതനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ ആദ്യമായിട്ട് നെറ്റ് സീറോ കാർബൺ എമിഷൻ എയർപോർട്ട് എന്ന സ്റ്റാറ്റസ് ലഭിച്ചിട്ടുള്ളത് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്, IGIA. ഇതൊരു 5 ലെവലിലാണ് അക്രഡിറ്റേഷൻ നൽകുന്നത്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4, ലെവൽ 5. ഇതിൽ ലെവൽ 5 ആണ് ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന അക്രഡിറ്റേഷൻ. ഇതാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിന് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു അക്രഡിറ്റേഷൻ ആണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിന് ലഭിച്ചിട്ടുള്ളത്. 1930 നിർമ്മിച്ച ന്യൂഡൽഹി എയർപോർട്ട് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക താവളമായി ഉപയോഗിച്ചിട്ടുണ്ട്. 1930 ഈ ഒരു എയർപോർട്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി ആരംഭിച്ചിട്ടുള്ളത്. പിന്നീട് 1986 ടെർമിനൽ 2 ഉദ്ഘാടനത്തോടെ വിമാനത്താവളം ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലി
ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. അന്നു മുതൽ അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന രീതിയിലാണ്. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത്. ഇത് 86 ആണ് ഈ ഒരു എയർപോർട്ടിന് ഈ ഒരു പേര് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന പേര് വന്നിട്ടുള്ളത്. 2024 ലോക മാനുഷിക ദിനത്തിന്റെ തീം എന്താണ്? ആക്ട് ഫോർ ഹ്യൂമാനിറ്റി. ആക്ട് ഫോർ ഹ്യൂമാനിറ്റി എന്നാൽ മനുഷ്യത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുക. എല്ലാ വർഷവും ഓഗസ്റ്റ് 19 വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. തുടർച്ചയായി 3ാമത്തെ മികച്ച എയർപോർട്ട് അവാർഡ് ലഭിക്കുന്ന ഇന്ത്യയിലെ വിമാനത്താവളം ഏതാണ്? രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് RGIA, ഹൈദരാബാദ്. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് തുടർച്ചയായിട്ട് ദ ബെസ്റ്റ് എയർപോർട്ട് എന്ന അവാർഡ് നേടുന്നത്. രാജീവ് ഗാന്ധി എയർപോർട്ട് ഇതൊരു പൊതു സ്വകാര്യ സംരംഭമായിട്ടുള്ള GMR ഹൈദരാബാദ് ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ ഉടമസ്ഥയിലാണിത്. അതായത് 74% ഓഹരി GMR ഗ്രൂപ്പിനും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് 13%, 13% ഗവൺമെന്റ് ഓഫ് തെലങ്കാനയ്ക്കാണ്. രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് ഈ പ്രാവശ്യം, അതായത് 3ാമത്തെ പ്രാവശ്യം തുടർച്ചയായിട്ട് ദ ബെസ്റ്റ് എയർപോർട്ട് എന്ന അവാർഡ് നേടുന്നത്. ഇന്നലെ ഓഗസ്റ്റ് 20 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഖേലോ ഇന്ത്യ വിമൻസ് ലീഗിന്റെ പുതിയ പേരെന്താണ്? ഇതിന്റെ ഉത്തരം അസ്മിത വനിതാ ലീഗ്. 2023 ഓഗസ്റ്റ് 22 സ്പോർട്സ് മിനിസ്റ്റർ അനുരാഗ് ഠാക്കൂർ ഖേലോ ഇന്ത്യ വിമൻസ് ലീഗിനെ ഒഫീഷ്യലി അസ്മിത വിമൻസ് ലീഗ് ആയിട്ട് പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഖേലോ ഇന്ത്യ വിമൻസ് ലീഗ് അറിയപ്പെടുന്നത് അസ്മിത വിമൻസ് ലീഗ് എന്ന പേരിലാണ്. ജേഴ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഴ്സ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. IPL 2022 മുതൽ IPL 2023 വരെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് രേഖപ്പെടുത്തിയ വളർച്ചയുടെ ശതമാനം എത്രയാണ്? 116%. 117-ാം വയസ്സിൽ സ്പെയിനിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയുടെ പേര് മരിയ ബ്രാൻഡിയാസ്. നാഷണൽ ജിയോ സയൻസ് അവാർഡുകൾ ഏർപ്പെടുത്തിയ മന്ത്രാലയമേത്? ഖനി മന്ത്രാലയം. നെറ്റ് സീറോ കാർബൺ എമിഷൻ എയർപോർട്ട് പദവി നേടിയ ആദ്യ ഇന്ത്യൻ വിമാനത്താവളം ഏതാണ്? ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം IGIA. 2024 ലോക മാനുഷിക ദിനത്തിന്റെ തീം എന്താണ്? ആക്ട് ഫോർ ഹ്യൂമാനിറ്റി. തുടർച്ചയായി 3ാമത്തെ മികച്ച എയർപോർട്ട് അവാർഡ് ലഭിക്കുന്ന ഇന്ത്യയിലെ വിമാനത്താവളം ഏതാണ്? രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, ഹൈദരാബാദ്. ഇന്ന് ഓഗസ്റ്റ് 21 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഓൺ ഹൂസ് ബർത്ത് ആനിവേഴ്സറി ഈസ് സദ്ഭാവന ദിവസ് സെലിബ്രേറ്റഡ് എവ്രി ഇയർ? ആരുടെ ജന്മദിനമാണ് എല്ലാ വർഷവും സദ്ഭാവന ദിനമായിട്ട് ആചരിക്കുന്നത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഡ്സ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജേഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.